ഗാസയിൽ നിന്നും പലസ്തീനികളെ മുഴുവൻ മാറ്റുമെന്ന് ട്രംപ് നെതന്യാഹു ചർച്ചയിൽ തീരുമാനം. മരണത്തിന്റെയും നരകത്തിന്റെയും ഭൂമിയിൽ നിന്നും പലസ്തീനികൾ വിട്ടുപോകാൻ തയ്യാറാകണമെന്നും ട്രംപ്. പലസ്തീനികളെ മറ്റൊരു ഭൂമിയിലേക്ക് മാറ്റാനാണ് പദ്ധതി. ഇതിനെ എതിർത്ത് അറബ് രാജ്യങ്ങളും ഹമാസും രംഗത്ത് വന്നു. ബ്രേക്കിംഗ് റിപ്പോർട്ടിലേക്ക്. ഗാസയിലെ ജനങ്ങളെ മുഴുവൻ ഒഴിപ്പിച്ച് മറ്റൊരു രാജ്യത്തേക്ക് മാറ്റണം എന്ന നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കി അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബീബി എന്നാണ് ട്രംപ് വിളിക്കുന്നത്, ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള ചർച്ചയിലാണ് വീണ്ടും ഇത്തരമൊരു ആശയം വന്നിരിക്കുന്നത്. അതേസമയം പലസ്തീനുകളെ അവരുടെ മണ്ണിൽ നിന്നും കുടിയൊഴിപ്പിക്കുന്നതിനെതിരെ അറബ് രാജ്യങ്ങളുടെ ഒരു ഐക്യസമിതി രൂപീകരിച്ച് ശക്തമായിട്ടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചു. ഇത് നടക്കുന്ന കാര്യമല്ല എന്ന് അറബ് രാജ്യങ്ങളുടെ ഐക്യസമിതി വ്യക്തമാക്കി. അതേസമയം ജനിച്ച മണ്ണിൽ നിന്ന് പലസ്തീനുകളെ ഒഴിപ്പിക്കുവാൻ അനുവദിക്കുകയില്ല എന്നും കുടിയൊഴിപ്പിക്കൽ നടക്കുന്ന കാര്യമല്ല എന്നും ഹമാസ് വ്യക്തമാക്കി. പലസ്തീനികളെ ഞങ്ങളുടെ രാജ്യത്ത് കയറ്റില്ല എന്നും ഒരു പലസ്തീനിക്ക് പോലും അഭയം കൊടുക്കുകയില്ല എന്നും ജോർദാനും ഈജിപ്തും വ്യക്തമാക്കിയിരിക്കുന്നു. ട്രംപിന്റെ ഗാസയെക്കുറിച്ചുള്ള പദ്ധതിയുടെ വിശദാംശങ്ങൾ ഇപ്രകാരമാണ്. ട്രംപിന്റെ തന്നെ വാക്കുകളിലേക്ക് പോയിട്ടുണ്ട് എങ്കിൽ, എന്റെ അടുത്തിരിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബീബിയാണ്. ഞങ്ങൾ തമ്മിലെല്ലാം ചർച്ച ചെയ്തു. ഗാസയിൽ ഇനി മനുഷ്യർക്ക് താമസിക്കുവാൻ പറ്റില്ല. വിഷമയമാണ്, അവിടെ വിഷമമാണ്. ഗാസയിൽ മനുഷ്യവാസം ഒരു കാരണവശാലും ഇനി നടക്കുന്ന കാര്യമല്ല. അത്രമാത്രം നരകതുല്യമാണ്. ഗാസയിലെ ജനങ്ങളെ ലോകത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി പാർപ്പിക്കുന്നതായിരിക്കും നല്ലത് എന്ന് ട്രംപ് പറഞ്ഞു. നരകത്തിലേക്ക് അവരെ വീണ്ടും താമസിക്കുവാൻ വിടരുത്. കേവലം ഒരു വാശിയുടെയും മണ്ണിന്റെയും വിഷയമല്ല ഇത്, മനുഷ്യരുടെ ജീവിതത്തിന്റെ വിഷയമാണ്. വാശിയും മറ്റു മൂലം ഗാസക്കാരെ നരകത്തിലേക്ക് ഇനി തള്ളിവിടരുത്. അവരെ എല്ലാം സ്ഥിരമായി അവിടെ നിന്ന് മാറ്റി മനോഹരമായ മറ്റൊരു പ്രദേശത്തേക്ക് താമസിക്കണം. ഗാസക്കാർ, പലസ്തീനികൾ ഗാസ ഉപേക്ഷിക്കണം. എൻക്ലേവിൽ വെടിനിർത്തലും ബന്ദി ഇടപാടും പൂർത്തിയാകുന്ന മുറയ്ക്ക് ഇത്തരം ഒരു റീലൊക്കേഷൻ, ഗാസയിൽ നിന്നുള്ള ജനങ്ങളുടെ മാറ്റി താമസം ട്രംപ് ഇപ്പോൾ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ട്രംപ് തന്നെ പറയുന്നത് ഗാസ ഇപ്പോൾ പൊളിച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്, അവശിഷ്ടങ്ങളുടെ കൂമ്പാരമാണ്. ഏകദേശം 100,000 മില്യൺ ടണ്ണിലധികം വരുന്ന അവശിഷ്ടങ്ങളാണ് അവിടെയുള്ളത്. ഇതെല്ലാം മാറ്റിയിട്ട് എങ്ങനെ മനുഷ്യവാസം അവിടെ സാധ്യമാകും? ട്രംപ് തന്റെ ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് ചൂണ്ടിക്കാണിച്ചു, നിങ്ങൾ ഗാസയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു കെട്ടിടം പോലും നിലനിൽക്കുന്നില്ല. വലിയ തോതിലുള്ള തകർച്ച അവിടെ സംഭവിച്ചു. ഇനി അവശേഷിക്കുന്ന കെട്ടിടങ്ങളെല്ലാം കേടുപാടുകൾ സംഭവിച്ച് ഉപയോഗിക്കുവാൻ പറ്റാത്ത രീതിയിലാണ്, തകരുവാൻ പോകുന്ന നിലയിലാണ്. നിങ്ങൾക്ക് ഗാസയിൽ ഇപ്പോൾ ജീവിക്കുവാൻ കഴിയും എന്ന്, മനുഷ്യർക്ക് ജീവിക്കുവാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? അവിടെ ഒരു റീലൊക്കേഷൻ ആവശ്യമാണ് എന്ന് അമേരിക്ക കരുതുന്നു. ആളുകളെ സന്തോഷിപ്പിക്കുവാൻ പോകുന്ന ഒരു ലൊക്കേഷനിലേക്ക്, അവർക്ക് ആനന്ദകരമായ ജീവിതം ലോകത്ത് സാധ്യമാകുന്ന ഒരു ലോകത്തേക്ക് ഗാസയിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കണം. യുദ്ധത്തിൽ തകർന്ന ഗാസ മുനമ്പിൽ നിന്ന് പലസ്തീനുകളെ ഏറ്റെടുക്കാൻ ഒന്നിലധികം രാജ്യങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നും US പ്രസിഡന്റ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഗാസയിലെ ജനങ്ങളെ മരണം ഉറ്റുനോക്കുകയാണ് എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. വർഷങ്ങളായി ഇത് അവിടെ സംഭവിക്കുന്നു. അനേകം പേർക്ക് സമാധാനമില്ലാതെ ജനങ്ങൾ അവിടെ കൊല്ലപ്പെടുന്നു. നോക്കൂ, മനോഹരമായ ഒരു പ്രദേശം ലഭിച്ചാൽ ഗാസക്കാരെ മുഴുവൻ മനോഹരമായ വീടുകളിലേക്ക് മാറ്റി താമസിപ്പിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് അവർക്ക് സന്തോഷിക്കാം. വെടിവെച്ചുകളും കൊലയും ആയുധങ്ങളും ഒന്നുമില്ലാത്ത, സ്ഫോടക വസ്തുക്കൾ കൊണ്ട് ഉണ്ടാകുന്ന ശബ്ദങ്ങളില്ലാത്ത മനോഹരമായിട്ടുള്ള ഒരു ഭൂമിയിൽ ഗാസക്കാർക്ക് താമസിക്കുവാൻ സാധിക്കണം. അതിനുള്ള സാഹചര്യം ഒരുക്കണം. ഇതിനുള്ള പദ്ധതി, മാസ്റ്റർ പ്ലാൻ അമേരിക്ക തയ്യാറാക്കി എന്നാണ് ട്രംപ് പറയുന്നത്. സ്ഫോടക വസ്തുക്കളുടെ കാര്യത്തിൽ വളരെ അപകടകരമായിട്ടുള്ള സാഹചര്യമാണ് ഗാസയിൽ ഉള്ളത് എന്ന് ട്രംപ് പറഞ്ഞു. ഗാസയിൽ പലയിടത്തും ബോംബുകളുണ്ട്. പൊട്ടാത്ത ബോംബുകളുടെ ഒരു ശേഖരം തന്നെ മണ്ണിലും അവശിഷ്ടങ്ങൾക്കിടയിലുമുണ്ട്. അതെല്ലാം ജനങ്ങൾക്ക് ജീവന് ഭീഷണിയാണ്. അന്തരീക്ഷം മലിനവും വിഷലിപ്തവുമായിരിക്കുന്നു. ഗാസക്കാരെ ഒഴിപ്പിച്ച് മറ്റൊരു ഭൂമിയിലേക്ക് മാറ്റുവാൻ അമേരിക്കയ്ക്ക് കഴിയും, അമേരിക്കയുടെ ഇടപെടലിന് കഴിയും എന്നാണ് ട്രംപ് ഇപ്പോൾ തറപ്പിച്ച് പറയുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് അറബ് രാജ്യങ്ങളുടെ പ്രതികരണം ഭിന്നമായ രീതിയിലാണ്. ട്രംപിനും ഇസ്രായേലിനും എതിരായിട്ടുള്ള നിലപാടാണ് അറബ് രാജ്യങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ഗാസക്കാരെ പുനരധിവസിപ്പിക്കാനുള്ള ഏതൊരു പദ്ധതിയും നിരസിക്കും. അറബ് രാജ്യങ്ങൾ ഐക്യമുന്നണി ഇതിനുവേണ്ടി രൂപീകരിച്ച് ഗാസക്കാരെ കുടിയൊഴിപ്പിക്കുന്നതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഗാസയിലെ നിവാസികൾ പോകണമോ വേണ്ടയോ എന്നത് അവരുടെ വിഷയം.
മാണ്. അവർക്ക് താല്പര്യമില്ലാത്ത അവർ മറ്റൊരു പ്രദേശത്തേക്ക് പോവുക, അവരെ കൊണ്ടുപോവുക, അതിനുശേഷം ഗാസ ഇസ്രായേലിന് കൊടുക്കുക, ഇത്തരം പദ്ധതികൾ അംഗീകരിക്കുവാൻ പറ്റുകയില്ല എന്നും ലോകത്ത് ഗാസക്കാർക്ക് ഒരു ബദൽ സ്ഥലം കണ്ടെത്തിയാൽ പോലും അവരെ പോകുവാൻ അനുവദിക്കുകയില്ല എന്നും അറബ് ഐക്യമുന്നണി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. എന്നാൽ ട്രംപ് ഇതിനെ വിമർശിച്ചിരിക്കുന്നു. മടങ്ങി വരാൻ അവർക്ക് യുദ്ധം കഴിഞ്ഞ ഒരു മരണത്തിന്റെ ഭൂമിയിലേക്ക് അവർ മടങ്ങി വന്നിരിക്കുന്നു. എന്തിനാണ് നിർബന്ധിച്ച് അവരെ അവിടെ താമസിപ്പിക്കുന്നത്? അവർക്ക് വേണ്ട സൗകര്യം കൊടുക്കുവാൻ ഇത്തരം രാജ്യങ്ങൾക്ക് വിമർശിക്കുന്നവർക്ക് സാധിക്കുമോ? പാർപ്പിടവും അതുപോലെ തന്നെ സമാധാനവും കൊടുക്കുവാൻ, ഭാവിയിൽ ഇനി യുദ്ധം ഉണ്ടാവുകയില്ല എന്ന്, മരണമുണ്ടാവുകയില്ല എന്ന് ഗാസക്കാർക്ക് ഉറപ്പ് കൊടുക്കുവാൻ എത്ര രാജ്യങ്ങൾക്ക് സാധിക്കും എന്നാണ് ഇതിന് മറുപടിയായി അറബ് ഐക്യമുന്നണിയോട് ട്രംപിന്റെ ചോദ്യം. 17 ലക്ഷം പേർ മാറ്റി താമസിപ്പിക്കേണ്ടി വരും എന്നാണ്. ഗാസയിൽ 17 ലക്ഷം പേരാണ് അഭയകേന്ദ്രം, വീട് എന്നിവ കാത്തിരിക്കുന്നത്. അതിനുശേഷം പരിപൂർണമായി പലസ്തീനികളില്ലാത്ത അവശിഷ്ട നഗരമായി ഗാസയെ സംരക്ഷിക്കും എന്നാണ് ട്രംപിന്റെ നിലപാട്. ഡൊണാൾഡ് ട്രംപ് ഗാസയിലെ നിവാസികളെ കുറിച്ച് പറയുന്നത്, എല്ലാ ദിവസവും മരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ ആശങ്കപ്പെട്ട് ജീവിക്കാതെ മനോഹരമായ ഒരു ജീവിതം നയിക്കുവാൻ കഴിയുന്ന പ്രദേശങ്ങളിലേക്ക് നിങ്ങൾ പുനരധിവാസത്തിന് തയ്യാറെടുക്കണം. അതിനുള്ള പദ്ധതിക്കുള്ള പണം അത് കണ്ടെത്തുവാൻ സാധിക്കും. മറ്റാളുകളിൽ നിന്നും, സമ്പന്ന രാജ്യങ്ങളിൽ നിന്നും ഒക്കെ ഇതിനുള്ള ഫണ്ട് വരും എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. സമ്പന്ന രാജ്യങ്ങൾ അത് വിതരണം ചെയ്യാൻ തയ്യാറാണ്. അത് ഒരുപക്ഷെ ജോർദാനും ഈജിപ്തുമാകാം. ജോർദാനും ഈജിപ്തും അവരുടെ മണ്ണിൽ ഗാസക്കാർക്ക് അഭയം കൊടുത്തിട്ടില്ല എങ്കിൽ കൂടി വലിയ ഒരു പുനരധിവാസ ഫണ്ട് പലസ്തീനികൾക്ക് റീലൊക്കേഷന് വേണ്ടി അവർ അനുവദിക്കുവാൻ അവർ തയ്യാറായിട്ടുണ്ട് എന്ന് ട്രംപ് സൂചിപ്പിച്ചു. ഏകദേശം 10-ലധികം രാജ്യങ്ങൾ എങ്കിലും ഇത്തരം റീലൊക്കേഷന് വേണ്ടിയിട്ടുള്ള വലിയ തോതിലുള്ള ഫണ്ട് അനുവദിക്കുവാൻ തയ്യാറായിട്ടുണ്ട് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത്. അതേസമയം ഗാസയെ ജൂത നിവാസികൾക്ക് അല്ലെങ്കിൽ ജൂതരുടെ ആവാസ സ്ഥലങ്ങൾ ഉണ്ടാക്കുവാൻ വിട്ടുകൊടുക്കുകയില്ല എന്ന് ട്രംപ് സൂചിപ്പിച്ചു. അതൊരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല, അത് അപകടകരമാണ്. അവിടെ ആർക്കും പ്രവേശനമില്ലാത്ത അവശിഷ്ട നഗരമായിട്ട് തൽക്കാലം നിലനിർത്തുക എന്നതാണ് അമേരിക്കയുടെ നിലപാട്. ഗാസയിൽ നിന്നും ഇസ്രായേലിന്റെ പട്ടാള ക്യാമ്പോ മറ്റോ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ട്രംപ് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ഹമാസിന്റെ പ്രതികരണം വന്നിരിക്കുന്നു. ഹമാസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥൻ സമി അബു സഹരി പറഞ്ഞിരിക്കുന്നത്, ഗാസക്കാരെ അവിടെ നിന്നും, ജനിച്ച മണ്ണിൽ നിന്നും വിട്ടുപോകുവാനുള്ള ട്രംപിന്റെ ആഹ്വാനത്തെ എതിർക്കുന്നു. അവരുടെ ഭൂമിയിൽ നിന്ന് പുറത്താക്കുന്ന ഏത് നിലപാടിനെതിരെയും ശക്തമായിട്ടുള്ള യുദ്ധം ചെയ്ത് അതിനെ പരാജയപ്പെടുത്തും. അവർ അവിടെ തന്നെ താമസിക്കും. അവശിഷ്ട നഗരം ആയാലും എന്താണെങ്കിലും ഗാസയിലെ ജനങ്ങൾ ആ ജനിച്ച മണ്ണിൽ തന്നെ താമസിക്കും. അവരുടെ കഷ്ടപ്പാടിനെയോ വിലാപത്തെയോ ഓർത്ത് അമേരിക്കൻ സഖ്യകക്ഷികളും ട്രംപും ഇസ്രായേലും വേദനിക്കേണ്ട. അവരെ ഏറ്റെടുക്കുവാനും അവരെ പുനരുജ്ജീവിപ്പിക്കുവാനും ഹമാസിന് സാധിക്കും എന്ന് ഹമാസിന്റെ ഉന്നത ഉദ്യോഗസ്ഥൻ സമി അബു ഹസൂരി പറഞ്ഞിരിക്കുകയാണ്. അരാജകത്വവും പിരിമുറുക്കവും മേഖലയിൽ സൃഷ്ടിക്കുവാൻ വീണ്ടും ഇത്തരം നീക്കങ്ങൾ അനുവദിക്കുകയില്ല എന്നും അബു സുഹരി പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇത്തരത്തിൽ ഹമാസിന്റെ പ്രതികരണം വന്നപ്പോൾ അതിനും ട്രംപിന്റെ ഒരു തിരിച്ചടി വന്നിരിക്കുന്നു. ട്രംപ് അതിന് തിരിച്ചടിച്ചു. ഗാസ ഹമാസിന് ഭരിക്കാം എന്നുള്ള ആഗ്രഹം ഒരു കാരണവശാലും നടക്കുകയില്ല. മാത്രമല്ല, നിലവിൽ ഗാസയുടെ നിയമപരമായിട്ടുള്ള ഭരണം നടത്തുന്ന പലസ്തീൻ അതോറിറ്റിക്കും ഗാസയുടെ ഭരണം വിട്ടുകൊടുക്കില്ല. പലസ്തീൻ അതോറിറ്റിയുടെ കൈവശമില്ല ഇപ്പോൾ ഗാസ, അത് ഹമാസിന്റെ കൈവശമാണ്. നാമമാത്രമായിട്ടുള്ള ഭരണമാണെങ്കിലും ഹമാസാണ് നടത്തുന്നത്. പലസ്തീൻ അതോറിറ്റിക്ക് വെസ്റ്റ് ബാങ്കിലെ ചില പോക്കറ്റുകളിൽ മാത്രമാണ് സ്വാധീനം എന്നും ട്രംപ് പ്രതികരിച്ചു. ഈ രണ്ടു പേർക്കും ഗാസയുടെ ഭരണം വിട്ടുകൊടുക്കുകയില്ല. ഗാസയ്ക്ക് കുറിച്ച് വ്യക്തമായിട്ടുള്ള പദ്ധതി അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഉണ്ട് എന്നും അത് നടപ്പാക്കും എന്നുമാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിയാക്ഷൻ വന്നു. എല്ലാ ബന്ദികളെയും ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരുമെന്നും ഗാസയിൽ ഹമാസ് ഇല്ലാത്ത ഒരു ഭരണം, ഹമാസിനെ ഉന്മൂലനം ചെയ്തുകൊണ്ടുള്ള ഒരു ഭരണമായിരിക്കും ഗാസയിൽ സൃഷ്ടിക്കുക എന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഗാസക്കാരുടെ റീലൊക്കേഷന് ഇസ്രായേൽ പിന്തുണയ്ക്കുമെന്നും പലസ്തീനികൾക്ക് മറ്റൊരു പ്രദേശം, ഗാസയില്ലാത്ത മറ്റൊരു പ്രദേശത്തേക്ക് നീങ്ങിയാൽ ഇസ്രായേലിനും സമാധാനമായി കഴിയാം. അതേസമയം ഗാസക്കാർക്ക് മരണമില്ലാത്ത ഒരു പ്രതീക്ഷ നിറഞ്ഞ ലോകത്തേക്കും പോകാം എന്ന് നെതന്യാഹു പറഞ്ഞു. ഇസ്രായേലും അമേരിക്കയും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. സാധ്യതകൾ വളരെയധികം ഉണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം ഗൾഫ് മേഖലയിൽ അബ്രഹാമിന്റെ ഉടമ്പടി മറ്റ് ഗൾഫ് രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങളെ കൊണ്ട് അംഗീകരിപ്പിക്കും എന്ന് നെതന്യാഹു സൂചിപ്പിച്ചു. സൗദിയും UAEയും അറബ് രാജ്യങ്ങൾക്ക് മേൽ അബ്രഹാമിന്റെ ഉടമ്പടി കൊണ്ടുവരും എന്ന് നെതന്യാഹു വ്യക്തമാക്കി. സൗദി അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ഇതിന് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. മുമ്പ് നടത്തിയ ചർച്ചകൾ പ്രകാരം അബ്രഹാമിന്റെ കരാർ, ഉടമ്പടി
സൗദിയും UAEയും തത്വത്തിൽ അംഗീകരിച്ചതാണ്. യുദ്ധം പുനരാരംഭിക്കുന്നതിനെ കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ട്രംപുമായിട്ട് ചർച്ചകൾ നടത്തി. ഗാസ ഭരിക്കുവാൻ ഹമാസിനെ അനുവദിക്കുകയില്ല എന്ന് US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസനും അതുപോലെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയും പരസ്യമായിട്ട് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. ഹമാസിന്റെ ഉന്മൂലനം എന്നുള്ള ആശയത്തിൽ നിന്ന് ഒരടി പോലും അമേരിക്കയും ഇസ്രായേലും പുറകോട്ട് പോകുകയില്ല എന്നും ഇവർ വ്യക്തമാക്കി. വേണ്ടത്ര അടിസ്ഥാന സൈനിക സൗകര്യങ്ങൾ വികസിപ്പിക്കുവാൻ ഇസ്രായേലിന് വീണ്ടും സഹായങ്ങൾ നൽകും എന്നും അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഗാസയിലെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നിലപാടുകൾ പുറത്തു വന്നപ്പോൾ ഇസ്രായേൽ എന്തിനു വേണ്ടിയിട്ടാണോ ഗാസയിൽ ഏകദേശം 1.5 വർഷത്തോളം യുദ്ധം ചെയ്തത് അതിന്റെ ചില സൂചനകൾ ഇപ്പോൾ ലഭിക്കുകയാണ്. ഗാസയിൽ ഒരു കാരണവശാലും മനുഷ്യർക്ക് വാസയോഗ്യമല്ലാത്ത പ്രദേശമാക്കി മാറ്റുക എന്നുള്ളത് ഇസ്രായേലിന്റെ യഹൂദരുടെ ഒരു അജണ്ടയായിരുന്നു. ഒരുപക്ഷെ ഇതിനുശേഷം എല്ലാ കാറ്റും കോളും അടങ്ങിക്കഴിയുമ്പോൾ ഗാസ ഇസ്രായേലിന് സ്വന്തമാകും, ഇസ്രായേലിന്റെ അധിനിവേശത്തിൽ തന്നെ ഇരിക്കും എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ വരുന്നത്. ഗാസക്കാരെ മുഴുവൻ റീലൊക്കേഷൻ ചെയ്യുവാനുള്ള അമേരിക്കയുടെ നിലപാടും ഇതാണ് വ്യക്തമാക്കുന്നത്. ഒരു കെട്ടിടം പോലും ഇല്ലാതെ വീടുകൾ 90% തകർത്ത്, അടിസ്ഥാന സൗകര്യങ്ങൾ 80% തകർത്ത്, ആശുപത്രികളുടെ ബഹുഭൂരിപക്ഷം സംവിധാനങ്ങളും എല്ലാം തകർത്ത് മനുഷ്യന് ഒരു കാരണവശാലും വാസയോഗ്യമല്ലാത്ത പ്രദേശമായി ഗാസയെ മാറ്റിയതിന്റെ പിന്നിലെ ലക്ഷ്യം ഇത് തന്നെ ആകാം എന്നും ഇതോടെ വ്യക്തമാവുകയാണ്. അതേസമയം യുദ്ധാനന്തര ഗാസയുമായി ബന്ധപ്പെട്ട് സൗദിയുടെ ഒരു നിലപാട് വന്നിരിക്കുന്നു. ഇസ്രായേലുമായിട്ടുള്ള സാധാരണ നിലയിലേക്ക് അല്ലെങ്കിൽ ഒരു മുൻ വ്യവസ്ഥയിലേക്ക് സൗദി അറേബ്യ പോകുവാൻ ആഗ്രഹിക്കുന്നു എന്ന സൗദിയുടെ നിലപാട്. മാത്രമല്ല, സമാധാനം നിറഞ്ഞ ലോകം, ഇസ്രായേലുമായി സമാധാനത്തിൽ കഴിയുവാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല, റിയാദിന്റെ പ്രസ്താവനകളിൽ നിന്ന് വ്യക്തമാക്കുന്നത് പലസ്തീൻ രാജ്യത്തിന് വേണ്ടിയിട്ട് അവർ ആവശ്യപ്പെടുന്നില്ല എന്നുള്ള സൂചനയാണ്. ഒരിടത്തും ഇത്തരമൊരു ആവശ്യം സൗദിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗാസയിലെ പലസ്തീനികളെ റീലൊക്കേഷൻ ചെയ്യുന്നതിൽ സൗദിയുടെ മൗനം ഇപ്പോൾ വളരെ വ്യക്തമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.